set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. From this day and we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. The joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color through their eyes. The joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead.
മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായ തുണയെ നൽകിയ നല്ല ദൈവമേ, കുടുംബജീവിതത്താൽ നിങ്ങളുടെ പൂർവികരെയൊക്കെ അനുഗ്രഹിച്ചു തലമുറകളെ അനുഗ്രഹിക്കാവുന്ന പ്രധാനപിതാവിനും കൊടുത്ത വാഗ്ദാനം ഞങ്ങളിലൂടെ അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, അപ്രകാരം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയവരെയും അവനുവേണ്ടി ഒരുക്കുകയും തുണയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുവരും ഒരുമിച്ച് സന്തുഷ്ട കുടുംബജീവിതം നയിപ്പാൻ ഇടയാകണമേ. ഈ മാതാപിതാക്കൾക്ക് പ്രിയങ്കരനായി ഇവരെ ജനിക്കുവാനും പഠിക്കുവാൻ വളരുവാൻ ജോലി സമ്പാദിക്കുവാനൊക്കെ ദൈവം അവസരം ഒരുക്കി പോയ വഴികളിലൊക്കെ അവരോട് കൂടെയിരുന്നു, കാത്തു പരിപാലിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി വരേറ്റിക്കൊണ്ട് കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവം എനിക്ക് സഹായകനാണ്, വഴികാട്ടിയാണ്, നാഥനാണെന്നുള്ള ബോധ്യത്തോടുകൂടി എവിടെയായിരുന്നാലും അങ്ങയെ വിളിച്ചുകൊണ്ട് തന്നെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ഇടയാകണമേ. പ്രിയ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളും ഈ ലോകത്ത് ജനിക്കുവാൻ വളരുവാൻ പഠിക്കുവാൻ ജോലി ചെയ്യുവാനൊക്കെ ഇടയാക്കി ഇരുവരെയും ഒന്നാക്കി തീർക്കുന്ന ദൈവമാണ്. ദൈവമേ, പ്രിയ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഒരു ദുഃഖത്തിനൊന്നും കാരണമാകരുതേ. സന്തോഷത്തിൻ്റെ ദിവസങ്ങളും നാളുകളും ആയിത്തീരട്ടെ. ഇവരുടെ ജീവിതം കണ്ട് ഇവരെ സ്തുതിക്കുവാനായിട്ട് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന ബുദ്ധാധ്വാനിക്കുന്നതെന്നാണല്ലോ തിരുവചനം. ആയതുകൊണ്ട് ഓരോ കുടുംബജീവിതവും ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ പാത്രം എത്താനുള്ളവരെയൊക്കെ സമയത്തിൽ കുട്ടി യോജിപ്പിക്കണം, കുട്ടി വരുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുതാശയായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സന്തുഷ്ട കുടുംബജീവിതം, സന്തുഷ്ടമായൊരു ഭാവി എല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സമന്വയവും ഞങ്ങളുടെ പ്രവേശിക്കുന്ന പ്രിയ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെ മേലും നടക്കുന്ന എല്ലാ കർമ്മങ്ങൾ തന്നെ എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. Morning light breaking through the eastern hills, just you and me
ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനും സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിലും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന പരിശുദ്ധ രാജാവേ നിനക്ക് സ്തുതി. പാടുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയുള്ളതോ എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉന്നതമായ നമ്മുടെ കർത്താവിൻ ശിഷ്യനായ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളെ അനുദിനം തന്നെ ഞങ്ങളുടെ ലോകങ്ങളും എന്നവരെയും ചെയ്യപ്പെടുവാനാകണമേ. ആമേൻ. ഞങ്ങളുടെ മണവാൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യ മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ ഗണങ്ങളും നിന്റെ മത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജാഗ്രതയെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവത്തെ ധരിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്ണയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്ണയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെ ഒക്കെയും മായിക്കണമേ. ദൈവമേ, എന്റെ ഹൃദയത്തിൽ രക്ഷിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ ഉളവാക്കണമേ. നിന്റെ തിരുമുമ്പിലേക്ക് തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, ദൈവമേ, രക്ഷിക്കണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ വായ് തുറക്കണമേ. എന്റെ വായുടെ സ്തുതികൾ പാടും. സ്ത്രീകളോട് നന്മ ചെയ്യണമേ. പുരുഷനെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതികളിലും ഹോമങ്ങളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ കൃപയുടെ കാണുകയായ ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാടുന്നു. ധന്യൻ പിൻമൺവാസികളെ സ
ഇപ്പോൾ പരസ്പരം ശ്രമിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. തന്മൂലമായി കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യത്തിലുണ്ടാവുകയും ചെയ്യണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയെ തിരഞ്ഞെടുത്തു എല്ലാവിധ കളങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വിജയിക്കത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയിക്കാൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകിയത് സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹബന്ധത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹിന്മാരെയും സർവവംശങ്ങളെ ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നാഴികകളിലും ഞങ്ങൾ ആയുസ്സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലപുണ്യവുമോ സ്വതഹായ കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തവന്നെയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചുപോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനമുള്ള ദൈവോട് അതിനെ നൽകുകയും ചെയ്തു. ഇത് ദേവിക്ക് ഐശ്വര്യങ്ങൾ കുറവ് വരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്വത്തിന്റെ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവെന്നത് നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിനെ ശക്തിയോട് തകർക്കുകയും ചെയ്തു. ജയകരമായ ശരക്കങ്ങളിൽ മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നൽകി നൽകുന്നതാൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലമായി നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്ക സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതാണെന്നും മോതിരം കൂടെ നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്നു. ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നു ഇതിനാൽ വിശുദ്ധമായ തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിക്കുന്ന പോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളൻ പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണം നിറവുള്ളവരുമായി തിരുവാനിടയാക്കണമേ. കർത്താവയുടെ വിവാഹം സകല മാലിന്യങ്ങളുടെ ഹേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി എന്നെ സന്തോഷിപ്പിക്കുവാനാകണമേ. നശ്വരമായ മണ്ണാകുന്ന ആയുഷ്കാലം മുഴുവൻ
സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുഖാസകരായ ജനക്കൂട്ടത്തെയും പാപങ്ങളും രചനകളിലും മാലിന്യങ്ങളിലും പ്രമാദങ്ങളിലും സ്നേഹത്തോടെ സ്വന്തമാക്കി കൊല്ലണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകും ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെ വിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ പണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോചനത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലത്തെ ആയുഷ്കാലം നിന്നോടുകൂടി ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് വാഹനത്തിലുള്ള യോധനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ നൽകുകയും പരിവാഹങ്ങളെ അനുഗ്രഹിക്കുകയും വിനയത്താലവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസാഖിന്റെയും യാക്കോബിന്റെയും ദ്വാദശേന്റെയും സന്നാപങ്ങൾ പൂർത്തിയാക്കിയതുപോലെ ഇവരെ രീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് കൊണ്ടുവരാക്കട്ടെ.
മണവാളെ നിന്റെ ആരാധിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിന്മത്രയുണ്ട് ഇവ അലങ്കരിക്കപ്പെടുവാനാട്ടെ. എവരുടെ ബന്ധവും ചേർച്ചയും നിന്റെ പിതാപ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സഭാവളർച്ചയ്ക്കും ഉതകുവാൻ ദിവ്യമായ അവസ്ഥയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരുടെ നീക്കികളെയും അന്യ സ്നേഹിക്കാനും സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാട്ടെ. സുലഭങ്ങളായ പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിതാദ്യാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്നെ സന്നിധിയുടെ അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാട്ടെ. ദൈവമായ കർത്താവ് വലിയ ദാസരാജ്ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് റദ്ദ് ചെയ്യണമേ. നിന്നുള്ള വിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിന്റെ സദാശ്രയിക്കുവാനും എവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കഴിയണമേ. ഈ വിധത്തിനായി നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശീലായ ഈ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യട്ടെ. സഭയാ തിരുസഭയാ ഞാൻ അത്യുന്നതരുടെ വാഴ്ത്തേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായിട്ട് ഒഴിഞ്ഞു വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മിനിറ്റിനായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീഭാരാവുമ്പോൾ നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. മഹത്വം ഉണ്ടാകട്ടെ. വളരെ സ്നേഹമുള്ള സഹോദര വൈദികരെ, കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജോൺ ചെന്ന് ഓർമ്മിപ്പിച്ചതുപോലെ റോഷയുടെ മാതാപിതാക്കളായ രാജനും റാണിയും എനിക്ക് കുടുംബപരമായി ബന്ധമുള്ളത് മാത്രമല്ല, പലപ്പോഴും ഞാൻ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തുറന്നുപോയി പോവുകയും കൂടുതൽ സ്നേഹം അവരുമായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ മകളുടെയും അജിത്തിൻ്റെയും വിവാഹത്തിൽ സംബന്ധിക്കുവാനും അതിന് പ്രധാന കാർമ്മികത്വം വഹിക്കുവാനും ചെറിയ ചിന്തകളെ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കുവാനും ഇടയായത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
നമുക്കറിയാവുന്ന വിവാഹത്തിൻ്റെ ആദ്യ ശുശ്രൂഷ സമാപിച്ച് കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ അടിയും നമ്മൾ സൂക്ഷ്മതയോടെ വെച്ച് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അമേരിക്കയിൽ ഡിട്രോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, മിഷിഗൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഡിട്രോയിറ്റ് എന്ന് പറയുന്ന പട്ടണമാണ്. സാധാരണ പ്രസംഗകരൊക്കെ പറയുന്ന ഒരു പഴയകാലത്ത് നടന്നു എന്ന് പറയുന്ന സംഭവം അത് ഞാൻ നിങ്ങളെ ഒന്ന് ആമുഖത്തിൽ ഓർപ്പിക്കുകയാണ്. ഒരു സന്ധ്യയ്ക്ക് ഒരാൾ കാർ ഓടിച്ചു വരുന്നു. ആ കാറ് ബ്രേക്ക് ഡൗണായി. ഇതൊരു 10, 70, 80 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പഴയ കാലങ്ങളിലൊക്കെ ഒരു കാറ് ബ്രേക്ക് ഡൗണായാൽ മറ്റുള്ളവരൊക്കെ പുറകെ വരുന്നവരൊക്കെ നിർത്തി അന്വേഷിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാറില്ല. കാലം ഒത്തിരി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇവരെ സഹായിക്കാനായിട്ട് ഭാവിച്ചു. ആർക്കും കാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ഉടമസ്ഥൻ വളരെ വിഷയനായിട്ട് നിൽക്കുമ്പോഴേ ഒരു മനുഷ്യൻ കാറിൽ വന്നു. ഇവരാവശ്യപ്പെടാതെ തന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കാറ് സ്റ്റാർട്ടാവുന്നില്ല, അതിനെന്തോ കുഴപ്പമുണ്ട്. കീ തരാൻ പറഞ്ഞു. അദ്ദേഹം കാറിനകത്തോട്ട് കയറി കീ ഇട്ടു. എന്തോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ആ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വിഷണനായിരുന്ന ആ ആളിന് വലിയ സന്തോഷം തോന്നി. മറ്റാർക്കും സാധിച്ചില്ല, ഈ ആളെന്താ സാധിച്ചത്? ഉടനെ അയാൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ കാർ മെക്കാനിക്? സാധാരണ കാർ മെക്കാനിക്കാണ് ഇതെല്ലാം അറിയാവുന്നത്. ഉടനെ ആ ആൾ മറുപടി പറഞ്ഞു, നോ, ഐ ആം നോട്ട് എ കാർ മെക്കാനിക്, ബട്ട് ദിസ് കാർ ഈസ് ഡിസൈൻഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മീ. ഞാൻ കാർ മെക്കാനിക്കല്ല, പക്ഷേ ഈ കാറ് ഡിസൈൻ ചെയ്തും ഉണ്ടാക്കിയത് ഞാനാണ്. ആ മനുഷ്യൻ ഹെൻറി ഫോർഡാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഫോർഡ് കമ്പനിയുടെ സ്ഥാപകനാണ്. അദ്ദേഹമാണ് ഈ കാർ, അദ്ദേഹം ഉണ്ടാക്കിയ കാറാണ്, അദ്ദേഹം ഡിസൈൻ ചെയ്ത കാറാണ്. അതുകൊണ്ട് അതിൻ്റെ കേട് പോക്കുവാനായിട്ട് അദ്ദേഹത്തിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. അദ്ദേഹം ഡിസൈനറും പ്രൊഡ്യൂസറുമാണ്. ഞാനിത് പറഞ്ഞത് ഈ കുടുംബം നിങ്ങൾ തന്നെ പണിയാൻ സാധിച്ചാൽ പറ്റില്ല. ഇത് ദൈവം ഏതൊക്കെ തവണത്തിൽ വെച്ച് സ്ഥാപിച്ച് നമുക്ക് തരികയും മനുഷ്യാവതാര കാലത്ത് ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കുന്നതിന് കൽപ്പിച്ച് സഭയിൽ വിവാഹ കൂദാശയാക്കി നമുക്ക് നൽകി ചെയ്തിരിക്കുക. ഇവിടെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നിങ്ങൾ കുടുംബം പണിയാമെന്ന് വിചാരിക്കുക. ദൈവസന്നിധിയിൽ വെച്ചു കൊടുക്കും. ദൈവത്തിൽ പരിഹരിക്കാനൊക്കാത്ത ഒന്നുമില്ല. അത് നിങ്ങൾ നിഷ്ഠയോടുകൂടി നിങ്ങളുടെ ദിവസവുമുള്ള പ്രാർത്ഥനയിലും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ കുടുംബം പണിയാനായിട്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തേത് നമ്മൾ പറയാനുള്ളത് പ്രായോഗികമായ ഇന്നത്തെ കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരു കൂദാശ മധ്യ എല്ലാം കൂടെ പറയാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് എനിക്ക് ഓർമ്മിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പോലെ തുറന്ന് സംസാരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് പകരത്തെ സന്തോഷവും വേദനയും ദുഃഖവും എല്ലാം തുറന്നു പറയാം. പല കുടുംബങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നമ്മൾ പെരുമാറേണ്ടി വന്നാൽ കുറേ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാനിടയാണ്. അതുകൊണ്ടൊരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ മനസ്സിന് വിഷമം തോന്നിയാൽ അന്ന് വൈകിട്ട് തന്നെ ഇരുന്ന് അത് പറഞ്ഞ് റിസോൾവ് ചെയ്യും. അതിങ്ങനെ കൂട്ടി വെച്ച് അത് പ്രയാസങ്ങളെ കടക്കാൻ ഇടയാകരുത്. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ നിങ്ങൾ തമ്മിലും അങ്ങനെ പങ്കിടാൻ സമയം അന്യോന്യം കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും കണ്ടുവരുന്നത് എൻ്റെ വിഷയം കൗൺസിലിംഗാണ്. ചില കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് ഭർത്താവിന് സമയമില്ല, ഭർത്താവിന് കൊടുക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല. അങ്ങനെയല്ല. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം പ്രധാനമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ സമയം കൊടുക്കണം. അത് ഭാര്യയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. നമുക്കറിയാം, ഭാര്യയെ കൂടെ കൊണ്ടുപോയില്ലെങ്കിലും ഭർത്താവിനെ കൂടെ കൊണ്ടുപോയില്ലെങ്കിലും ഇന്ന് മൊബൈലില്ലാതെ ആരും യാത്ര ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
അവരുടെ പങ്കാളികൾ ചിലപ്പോൾ കൂടെ കാണുന്നില്ല, പക്ഷേ മൊബൈൽ കൈ കാണും. അതിപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലായി, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സാധനം നമ്മുടെ ബന്ധങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു വിഘാതമാകരുത്. നിങ്ങളുടെ മൊബൈൽ ഓരോരുത്തരും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും പരിശോധിക്കുകയൊന്നും വേണ്ട. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഭർത്താവിനെ മറച്ച് എനിക്കോ എൻ്റെ മറച്ച് ഭർത്താവിനോ എന്തെങ്കിലും ഉണ്ടെന്നൊരു തോന്നൽ പോലും ഉണ്ടാകരുത്. രണ്ട് മൊബൈൽ അവരവർ ഉപയോഗിച്ചാൽ മതി, പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മതയോടെ അന്യോന്യം എന്നെ മറച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഇത് ബന്ധങ്ങളൊന്നും ആകണമെന്നില്ല. മറ്റ് ഇടപാടുകൾ സ്നേഹബന്ധങ്ങളാണെങ്കിലും മതി. പക്ഷെ അത് ഭാര്യയും ഭർത്താവും ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നും മറയ്ക്കാതെ പഴയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോകാം. പക്ഷെ ഇന്നു മുതലുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കാതെ നിങ്ങളുടെ സ്നേഹിതരും നിങ്ങളുടെ കൂട്ടുകാരും അന്യോന്യം പറഞ്ഞിരിക്കും. ഒരു കാര്യം പറഞ്ഞാതെ പോകരുത്. അങ്ങനെ മറച്ചു വെക്കുന്നത് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ട്രസ്റ്റ് കുറയും, വിശ്വസ്തത കുറയും, വിശ്വാസം കുറയാനിടയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും തുറന്നു പറയുന്ന ആരോടാണ്? വളരെ ഇൻറ്റിമേറ്റ് ആയ ആളോടാണ്. ആ ഏറ്റവും വലിയ ഇൻറ്റിമസി ഉണ്ടാകേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവിടെ ആ രീതിയിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അന്നൊന്ന് പറഞ്ഞ് അതങ്ങ് പരിഹരിച്ചു പോകണം. അത് പറയുമ്പോൾ മൈൻഡ് യുവർ വേർഡ്സ്, വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കണം. റൂഡായ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മോഡസ്റ്റായി സംസാരിച്ച് ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് എന്തെങ്കിലും വിഷയം പ്രയാസങ്ങളുണ്ടെങ്കിൽ അന്ന് തന്നെ പരിഹരിച്ചു പോകണം. ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ട് വർത്താനം പറയാനും കഴിഞ്ഞ് ഭർത്താവ് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, അത് അനിഷ്ടമായിട്ട് തോന്നിയാൽ അത് കഴിയുമ്പോൾ തുറന്ന് പറയാം. നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങളിതേ കുത്തിക്കൊണ്ടിരിക്കുക, ഇത് തിരിച്ചും പറയണം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും മറച്ചു വെക്കാതെ അന്യോന്യം തുറന്നു പറയുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകും. മൂന്നാമതൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് രണ്ട് വ്യക്തിത്വങ്ങളാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും. ഈ വീക്ക്നെസ്സിനെ മാത്രം എടുത്ത് പറയാം. പല ഭാര്യാഭർത്താക്കന്മാരും അവരുടെ മനസ്സിൽ ഉള്ള പല കാര്യങ്ങൾ എല്ലാം കിട്ടുകയും കേട്ടോ. 100% തികഞ്ഞ ഒരു ഭർത്താവിനെ 100% തികഞ്ഞ ഒരു ഭാര്യയെ കിട്ടാൻ പോകുന്നില്ല. അത് ലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. പല കൊടുത്ത് 100 മാർക്കുകളൊക്കെ കിട്ടിയതായിരിക്കും, അതും എല്ലാവർക്കും കിട്ടത്തില്ല, കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. മനുഷ്യബന്ധങ്ങളിൽ 100% ഇല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് മാത്രമേ ഉള്ളൂ 100%, ബാക്കി എല്ലാവരും ആഹ്വാനം. അതുകൊണ്ട് നമ്മൾ അയഥാർത്ഥമായ ലക്ഷ്യമൊന്നും മനസ്സിൽ വെക്കരുത്. നമ്മുടെ പങ്കാളികൾക്ക് ഒത്തിരി സ്ട്രെങ്ത് കാണും, വീക്ക്നെസ്. സ്നേഹമെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് വീക്ക്നെസ് ഓൾസോ. ബലഹീനത കൂടെ അംഗീകരിക്കണം. പിന്നെ ഈ ബലഹീനതയെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ പങ്കാളികളുള്ള നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓരോ ദിവസവും നിങ്ങളുടെ ബന്ധം ആഴത്തുള്ളത് അങ്ങനെയാണ്. ചില ഭാര്യാഭർത്താക്കന്മാരുണ്ട്, സ്നേഹമുള്ളത് മറച്ചു വെക്കും, അത് ഉള്ളിലുണ്ട്. പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ബന്ധങ്ങൾ വഷളായി. അങ്ങനെയല്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നന്മയായിട്ടുള്ളത് ദിവസവും അന്യോന്യം അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെ സായിമാർ ചെയ്യുന്ന പോലെ ആദ്യം വലിയ ഫ്ലാറ്റ് ചെയ്ത് പോകണമെന്നല്ല. എന്ത് വന്നാലും വണ്ടർഫുൾ എന്ന് പറഞ്ഞ് വളരെ പുകഴ്ത്തിപ്പോകണം എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നന്മയുള്ളതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും കുറവുകളുള്ളതുണ്ടെങ്കിൽ രണ്ടുപേരുടെ ചേർന്ന് പരിഹരിക്കത്തക്കവണ്ണമുള്ള ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുവാൻ വേണം നിങ്ങൾ വളരെ പരിശ്രമിക്കണം. ഇതുവരെ ഉള്ള ബന്ധങ്ങളൊന്നും കളയരുത്. മാതാപിതാക്കളോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, മറ്റ് കൂട്ടായ്മകൾ, ഇതൊന്നും കളയരുത്. അതെല്ലാം ഇതിൻ്റെ കൂടെ കൊണ്ടുപോവുകയും വേണം. നിങ്ങളുടെ ബന്ധത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനുഷ്യരുടെ സപ്പോർട്ട്, അവരുടെ പ്രാർത്ഥന വേണം, അവരുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് അവരോടുള്ള ബന്ധങ്ങൾ നന്നായി സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അനുഗ്രഹപ്രദമായ കുടുംബജീവിതം ചെയ്യുന്നവരാണ് തരും. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവമായ കർത്താവേ, അരിശുരമായ വിരുന്നിന് വഴിവില്ലാത്ത മണമുറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ.
ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ അബ്കുൽ സുബ്ഹാൻ ലവൽമി നിന്റെ നന്മകളുടെ ശ്രദ്ധാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളാൽ നിറയ്ക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധരുമായുള്ളവരെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസഭയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഉണ്ടായിരുന്നവനും എപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂം മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്നും
ബഹുമാന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതെ ഇരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യുക്തമാകുന്നു. നീ സന്തോഷിക്കുകയും എളിയവരും മൺമയനുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രേരിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നതിലും ഉത്തമരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചലിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴികളിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ താൽപര്യങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീ പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സാദൃശ്യമുള്ളവരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ സുന്ദരി ജാതികളിൽ സോനു പ്രപതിശോഭൻ വിമല സഭേ നിന്റെ ലാലേ ഓ സഭേ സകലവിധം സുഖി നീ കരദില്ല പട്ടണത്തിൽ കല്യാണവിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസനെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ.
കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത്തുകയും ഇവരുടെ മേൽ ആവശ്യപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുദ്ധന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാകുക. സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മഷികായുള്ള സ്നേഹത്താൽ പരിശുദ്ധിക്കപ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ പ്രകാരം നിങ്ങൾ ഭർത്താക്കന്മാരനുസരിക്കുകയും എന്നാൽ മഷികാസപ്പെടുന്നവയും ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മഷികായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സ്ഥലത്തിന് കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മഷികാരുടെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലമണ്ണ് കഴുകുകയും വെണ്ണയുള്ളതാക്കി ഇതവിടെ ചെറിയ ചുളുമോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ വളർന്നു കഴിക്കുന്നതും പരിശുദ്ധവുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മഷികാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ എന്ന പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഏകശരീരമായി ജീവിക്കുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മഷിയായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും ഈ ഭൂമിയെ ദീർഘായുമായിട്ട് നിന്റെ പിതാവിന്റെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടുകൂടി പ്രഥമകൽപ്പനയാകുന്നു. ദൈവത്തിന്റെ ജീവനുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ വിശുദ്ധായിട്ടും ലോകത്തിന് ജീവൻ രക്ഷയെ പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും ശരീരമായിട്ടുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യാത്ര പുറപ്പെട്ട യോദ്ധാരേ ചൂടുവാണെങ്കിൽ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അവനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹം ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്ന നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല.
എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ എങ്ങനെയാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്ന ഗ്രഹിക്കട്ടെ എന്ന് കൽപ്പിച്ചരുളി ചെയ്തു. പാർക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്ന് വന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ ശക്തിക്കുമെതിരായി അധികമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മഹിതാസായ
അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും ഭർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ഈ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്നെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് ബന്ധപ്പെടട്ടെ. മശിഹ തന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് അകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിൽ സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവേയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവ് ദൈവം നിനക്ക് സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങൾ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വപ്പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയുടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലിനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. നസ്രയേലിൽ കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായിൽ മറയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധമൊക്കെ സ്തുതി കരേറ്റാം. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. Yeah.
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സത്പ്രവർത്തനങ്ങളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണം ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേശിയുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നത്. പ്രത്യേക ശ്രദ്ധിക്കുകയും ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനയുമായ വിശുദ്ധ കന്യാമറിയാമിനെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതുകയും എന്നും എന്നേക്കും നിങ്ങളെല്ലാം വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. ഭർത്താവിനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ കടപ്പെട്ടുള്ളതാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ പ്രവർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടുവാനാകുന്നു. നിത്യവധമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെടുവാനാകുന്നു. ശുദ്ധമുള്ളവന്റെ കർത്താവേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും
പീലാദോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറിയപ്പെട്ട് കഷ്ടതയിൽഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവ് അനുഭവാതിരുവാനും ജീവനുള്ളവരെ മനുഷ്യരെയും വരുവാൻ തന്റെ വലിയ മതത്തോടെ നീ വരുവാനിരിക്കുന്നു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശു മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്മരണം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ കൂദാശയിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹാകുന്ന ത്രിയേക ദൈവമേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടയും അംഗീകരിക്കപ്പെട്ടയുമായി തീരുമാറാകണമേ. അബോർ റുഹോക്കാദീശോ ഹോശോ വബുക്കൂൽ സുബാന വൽമീ. ആമേൻ. ഞങ്ങളൊക്കെ കൂടിയായിരിക്കുന്ന
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. You can kill the lights, you can draw the blinds. My heart shackled down, bound to your bed. Can you stay a while? Keep me by your side. Fill my scattered heart, fix me, I said. We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home.
won't wait no more. Every season, every memory made, all the dreaming that is here today. Can you see it? We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. Never felt my heart beat so wild while the sunset sets the night on fire. You and me here, and it feels so right. We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. It's like running through an open door. It's like finding what you're looking for. We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. The best is yet to, the best is yet to come. Love of my life, look deep in my eyes. There you will find what you need. And give me your life, the lust and the lies, the past you're afraid I might see. You've been running away from me. Yeah, now you're my beloved lover, I'm yours. Death shall not part us, and you I died for better or worse. Forever will be my love. It unites us, and it binds you to me. ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സമയത്തായി ഭവനത്തിൽ കടന്നു വരുവാനും നിന്റെ നാമത്തെ പാടി സ്തുതിക്കുവാനും ഇടയാക്കുവാൻ കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 or 3 പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളിച്ചത് കർത്താവേ, നീങ്ങിപ്പോകാത്തതായ നിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെയും കടന്നു വന്നിരിക്കുന്ന എൻ്റെ മക്കളെല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളിച്ചത് കർത്താവേ. നീങ്ങിപ്പോകാത്തതായ സമാധാനവും വാഴ്വുകളും കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പേര് പേരായി സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെന്നും അബ്രഹാമിൻ്റെയും സാറായുടെയും ഇസഹാക്കിൻ്റെയും റബേക്കായുടെയും യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും എല്ലാ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇവരുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ ഏറ്റവും പരിപ്രേക്ഷണീയമായ ഘടകങ്ങളാണല്ലോ പരസ്പര സ്നേഹവും ത്യാഗസന്നദ്ധതയും. അവ നിലനിർത്തി ഏറ്റവും ഉത്കൃഷ്ടമായ കുടുംബജീവിതം കാഴ്ചവെക്കുവാൻ അവിടുത്തെ മക്കൾക്ക് സംഗതിയാക്കുമാറാകണമേ. കുടുംബജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവങ്കലിട്ടുകൊള്ളുക എന്നുള്ള ആശ്വസിപ്പിക്കുന്ന വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ശക്തിയും പ്രാപ്തിയും അവിടുത്തെ മക്കൾക്ക് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകണമേ.
ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന നിർമ്മിച്ചിരുന്ന കർത്താവേ, സത്യപ്രകാശമായ നിന്നിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് നന്മാധിഷ്ഠിതമായ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന വിളക്കുകളായി പരിലസിക്കുവാൻ അവിടുത്തെ മക്കൾക്ക് സന്നദ്ധിയാക്കുമാറാകണമേ. ഇരു കുടുംബത്തിലെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുമാറാകണമേ. ഈ ഭവനത്തെയും പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നസ്രത്തിൽ എളിയ ഭവനത്തിൽ ഇറങ്ങി വസിച്ച് അനുഗ്രഹിച്ചനായ കർത്താവേ, ദിവ്യമാതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെയും നിറയ്ക്കുമാറാകണമേ. ഈ ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദൂരെ ചാരി മരിക്കുന്ന എല്ലാവരെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോയവരെ സ്വർഗീയ യെരൂശലേമിൽ അബ്രഹാമി മടിയിൽ വസിപ്പിക്കണമേ. ഞങ്ങൾ സമ്പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ. പോലെ ഞങ്ങളുടെ ആരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപമാണ് ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളുടെ മേലും, സന്നിഹിതരായി തുറന്ന മക്കളുടെ മേലും, മാതാപിതാക്കളുടെ മേലും, ബന്ധുമിത്രാദികളുടെ മേലും, ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ സംഗതികളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെ ഉണ്ടായിരിക്കുമാറാകണമേ. Like a firefly, open the night, alive and bright, chasing old shadows. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ